ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്ക് കേരള നവോത്ഥാനം പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. PSCയുടെ എല്ലാ പരീക്ഷകളും തന്നെ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആവർത്തിച്ച് കാണാൻ പറ്റുന്നതാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ആഗസ്റ്റ് 20 ജന്മസ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വയൽവാരം വീടെന്നാണ്. പിതാവ് മാടനാശാനും മാതാവ് കുട്ടിയമ്മയുമാണ്. ശ്രീനാരായണ ഗുരു ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് നാണുവെന്നാണ്. അദ്ദേഹത്തിൻ്റെ മഹാസമാധി വർഷമാണ് 1928 സെപ്റ്റംബർ 20. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ വിശേഷണമാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് അദ്ദേഹം. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും ശ്രീനാരായണ ഗുരു തന്നെ. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദരിമാരാണ് കൊച്ചുമാത, കൊച്ചുദേവി. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃഗൃഹം ഇലഞ്ഞിക്കൽ വീടാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഗുരുവാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കന്മാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയും. ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. മരുത്വാമല സ്ഥിതി ചെയ്യുന്നതാകട്ടെ തമിഴ്നാട് ജില്ലയിലെ കന്യാകുമാരിയിൽ. 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങാണ്. ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടങ്ങളും വേണമെന്ന് ഉദ്ഘോഷിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അയിത്ത ജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകൻ ഗുരു തന്നെ. ശിവഗിരിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 സ്ഥാപിച്ചത്. SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവും SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനുമാണ്. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ടി യോഗം. വിവേകോദയം. SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904 മെയ് 13. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M ഗോവിന്ദനാണ്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണവും വിവേകോദയം തന്നെ. വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ടാണ്? സ്വാമി വിവേകാനന്ദൻ. കുമാരനാശാൻ തൻ്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക വിവേകോദയമാണ്. 1904, 1907 കാലഘട്ടങ്ങളിൽ. പിൽക്കാലത്ത് വിവേകോദയം വിലയ്ക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ച ആളാണ് CR കേശവൻ വൈദ്യർ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥമാണ്. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സമിതി അല്ലെങ്കിൽ സംഘടനയാണ് വാവൂട്ടി യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗവും. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പു. സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപ്പുവിന് പ്രചോദനമേകിയത്. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതികളും കാലാകാലങ്ങളിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ മാതാ പെരുമാൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ച വർഷം 1905. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത്, അതായത് 1922 നവംബർ 22 ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ്. അദ്ദേഹത്തെ ദീനബന്ധുവെന്നും അറിയപ്പെടുന്നു. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിക്കുന്ന സമയത്ത് 1925 മാർച്ച് 12 ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? C രാജഗോപാലാചാരി, EV രാമസ്വാമി നായ്ക്കർ, രാംദാസ് ഗാന്ധി, മഹാദേവ് ദേശായി. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തിയാണ് N കുമാരൻ.
ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് വേദിയൊരുക്കിയത് AK ഗോവിന്ദദാസാണ്. വനജാക്ഷി മന്ദിരം എന്ന അദ്ദേഹത്തിൻ്റെ ഭവനമായിരുന്നു വേദി. ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ പോയി സന്ദർശിച്ച സന്യാസി ആരാണ്? രമണ മഹർഷി. 1916. ഗുരു മറ്റൊരാളെ സന്ദർശിക്കാൻ പോയ ഏക സന്ദർഭം ഇതാണ്. ഭൗതികമായ ഔന്നിത്യമുള്ള ആ മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രമണ മഹർഷിയാണ്. രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. 1911 തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയെ അവരോധിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയ വർഷം 1915. ശ്രീനാരായണ ഗുരു പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർത്ത സമ്മേളനം പരവൂർ സമ്മേളനം, കൊല്ലം. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയ വർഷം 1916. 2016 ഇതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചു. അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സാഹോദര സമ്മേളനം നടന്ന വർഷം 1921 മെയ് 15. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ T. സദാശിവ അയ്യർ. അദ്ദേഹം മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം 1918. ആദ്യ ശ്രീലങ്ക സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിനെ അനുഗമിച്ച സന്യാസി വര്യൻ സ്വാമി സത്യവ്രതനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം 1926. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായിയിൽ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന സിലോൺ വിജ്ഞാനോദയം യോഗം. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ച വർഷം 1925. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗമാണ് 1927. ഗുരു ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് 1928 ജനുവരി 9. ശ്രീനാരായണ ഗുരു മഹാസമാധിയായത് ശിവഗിരിയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരു മഹാസമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ള. ശ്രീനാരായണ ഗുരു മഹാസമാധിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 72 വയസ്സ്. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നാണ്. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിച്ചവർ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, TK കിട്ടൻ, മൂലൂർ S പത്മനാഭ പണിക്കർ എന്നിവരാണ്. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം ഇലവുംതിട്ട 1933. ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. വർഷം 1967 ആഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിൻ്റെ, അതായത് ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് 2009. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെ. ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കിയത് 2006 സെപ്റ്റംബർ 7. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സർക്കുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റി കായൽ കരുനാഗപ്പള്ളി. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കോട്ടയം കുമരകത്താണ്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്രയിലാണ്. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം 1952 കൊല്ലത്താണ്. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചത് R. ശങ്കറാണ്. 1999 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രം മലയാള മനോരമയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്ക്.
അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. ആത്മോപദേശ ശതകം സെൻറ്റിലോക്കി ടു ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജ ഗുരുവാണ്. ആത്മോപദേശ ശതകം സോങ് ഓഫ് ദ സെൽഫ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ കെ ശ്രീനിവാസനും. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശ്വരോവാസ്യോപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലുഴക്കം. ദേവനാഥനായ ഗുഹനെ പ്രകീർത്തിച്ചുകൊണ്ട് 1884 ഗുരു രചിച്ച സംസ്കൃത സ്തോത്രമാണ് ഗുഹാഷ്ടകം. അഗ്നിയെക്കുറിച്ചുള്ള ഗുരുദേവൻ്റെ രചന ഹോമമന്ത്രം. ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചനകളാണ് ദർശനമാല, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം, നിർവൃതി പഞ്ചകം എന്നിവ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതി മീമാംസയാണ്. ജാതി മീമാംസാദ്വയത്തിലെ ജാതി നിർണയം എന്ന പദ്യത്തിലാണ് ഈ വചനങ്ങളുള്ളത്. ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ആദരമർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് സമാധി ശ്ലോകങ്ങൾ. എന്നാൽ PSCയുടെ ഉത്തരം നവമഞ്ജരി എന്നതാണ്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി 9 സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ അടങ്ങിയ ഒരു കൃതിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടുള്ള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കത്തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനും ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരിയാണ് 1927. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രം രചിച്ചതും മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി C. തവാർലിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ കൈതമുക്കിലാണ്. ഇനി പ്രധാനപ്പെട്ട കണ്ടുമുട്ടലുകളാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടിയത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് 1882. ശ്രീനാരായണ ഗുരുവും കുമാരനാശനും തമ്മിൽ കണ്ടുമുട്ടുന്ന 1891 കായിക്കരയിലാണ്. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവും കണ്ടുമുട്ടുന്നത് ബാംഗ്ലൂരിൽ വെച്ച് 1895. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരത്താണ്. ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദൻ്റെ സന്ദർശനം 1914 ആലുവയിൽ വെച്ചിട്ട്. ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1916 തിരുവണ്ണാമലയിൽ. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1922 ശിവഗിരിയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1925 ശിവഗിരിയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രമാണ് അരുവിപ്പുറം നെയ്യാറ്റിൻകരയിൽ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ഫെബ്രുവരിയിലാണ്. നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്നും സ്വയം മുങ്ങിയെടുത്ത ഒരു കല്ലാണ് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ വൈക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് 1889. വേലായുധൻ നട എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രമാണിത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് പൂത്തോട്ട ശ്രീ വല്ലഭീശ്വര ക്ഷേത്രം. മംഗലാപുരത്തെ ബില്ലവർക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രം. തിരുപ്പതീശ്വര ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചത് പ്രതിഷ്ഠ നടത്തിയ വർഷം 1908. ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശിവഗിരി ശാരദാമഠം. ശിവഗിരി ശാരദാ പ്രതിഷ്ഠ സ്ഥാപന കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. സെക്രട്ടറി കുമാരനാശാനും. മലയാള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഗൗരീശ്വര ക്ഷേത്രം, ചെറായി. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രം പർളിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, തൃശ്ശൂർ. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വിളക്കമ്പലം, കാരമുക്ക്, തൃശ്ശൂർ. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോക ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം മുരുക്കുംപുഴ. പഞ്ചലോക ഫലകത്തിൽ ഓമിന് താഴെ സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളാണ് കളവൻകോടും ഉല്ലലയും. അഹം ബ്രഹ്മാസ്മി എന്ന തത്വമാണ് ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മുന്നോട്ട് വച്ചത്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉല്ലല, വെച്ചൂരാണ്.
പ്രണവമന്ത്രമെഴുതിയ കണ്ണാടിയാണ് ഗുരു ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട വചനങ്ങൾ: മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന ഒരു ഗുരു പറഞ്ഞ വാദവും നിലനിൽപ്പിലുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. നെക്സ്റ്റ്, സംഘടിച്ചു ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അടുത്തത്, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരെണ്ണം, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഈ വചനത്തിൽ പ്രചോദനമായത് വാഗ്ഭടാനന്ദനാണ്. ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ പിള്ള എന്നാണ്. ശിവലിംഗദാസ സ്വാമിയുടെ മഹാസമാധിയിൽ അനുശോചിച്ച് കുമാരനാശൻ രചിച്ച കൃതിയാണ് പറന്നുപോയ ഹംസം. ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യനാണ് ആനന്ദതീർത്ഥൻ. ഗുരു തൻ്റെ ആത്മീയ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ബോധാനന്ദ സ്വാമികളെയാണ്. ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം വേലായുധൻ. ശ്രീനാരായണ ഭക്തപരിപാലന യോഗം എന്ന സംഘടന സ്ഥാപിച്ചത് ബോധാനന്ദ സ്വാമികളാണ്. കാഞ്ചീപുരത്ത് നാരായണ സേവാശ്രമം സ്ഥാപിച്ച ഗുരുവിൻ്റെ ശിഷ്യനാണ് ഗോവിന്ദാനന്ദ സ്വാമി. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യനാണ് ഏണസ്റ്റ് ക്ലാർക്ക്. കോയമ്പത്തൂരിൽ ലൈഫ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതും ഏണസ്റ്റ് ക്ലാർക്കാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് P.A. ബക്കറാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി G. ശങ്കരക്കുറുപ്പാണ്. ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിനെ കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്ന് വിശേഷിപ്പിച്ചത് P. ഗോവിന്ദപിള്ളയാണ്. ശ്രീനാരായണ ഗുരുവിനെ മോദാസ്ഥിതനായങ്ങു വസിപ്പൂമല പോലെ എന്ന് കവിതയിൽ വിശേഷിപ്പിച്ചത് കുമാരനാശാനാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ചില കൃതികൾ നോക്കാം. ഗുരു എഴുതിയത് K. സുരേന്ദ്രൻ. നാരായണം പെരുമ്പടം ശ്രീധരൻ. ഗുരുദേവ കർണാമൃതം കിളിമാനൂർ കേശവൻ. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു T. ഭാസ്കരൻ. നാരായണ ഗുരുസ്വാമി M.K. സാനു. യുഗപ്പിറവി K. വാസുദേവൻ. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു K.P. അപ്പൻ. ഗുരുവിൻ്റെ ദുഃഖം സുകുമാർ അഴീക്കോട്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ P. പരമേശ്വരൻ. ബുദ്ധനും നാരായണ ഗുരുവും ഡോക്ടർ K. സുഗതൻ. എ പ്രൊഫറ്റ് ഓഫ് പീസ് സ്വാമി ധർമ്മതീർത്ഥൻ. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അയ്യൻകാളി. മഹാത്മാഗാന്ധിക്കും മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞത് CP രാമസ്വാമി അയ്യരാണ്. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇനിയുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ഓക്കെ ഫ്രണ്ട്സ്, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാ പോയിൻറ്സും തന്നെ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.